എനിക്ക് വളരെ വലിയൊരു സന്തോഷം തോന്നുന്നത്, അതായത് കുറേ നാളുകൾക്ക് ശേഷം ഒരു എഴുത്തുകാരൻ്റെ ഒരു പ്രസ്താവന കേരളമാകെ ചർച്ച ചെയ്യുന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വെറും എഴുത്തുകാരനല്ല, മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്തെ അല്ലെങ്കിൽ സിനിമയെ, ഈ രണ്ട് കാര്യങ്ങളെ, അത് പിന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയ എത്രയോ തലമുറകളെ അത്രമേൽ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ. ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നതിനൊക്കെ വാല്യൂ ഉണ്ട്. അതിപ്പോഴും അദ്ദേഹം തെളിയിക്കുകയാണ്. ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും വിലപിടിച്ച സിനിമാ തിരക്കഥാകൃത്ത് MD തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അവധിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഈ പ്രായത്തിലും അദ്ദേഹം തന്നെയാണ് ഏറ്റവും വിലപിടിച്ച തിരക്കഥാകൃത്ത്. കാരണം അദ്ദേഹം എഴുതി വെക്കുന്ന സാധനം അതിനത്രത്തോളം മൂല്യമുണ്ട്. നമ്മൾ എത്രയോ കാലമായിട്ട് കാണുകയാണ് MD. അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കാത്ത മലയാളി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് തന്നെ ഒന്ന് പരിശോധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ MD വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ത് എന്ന് കേൾക്കാൻ കേരളം കാതോർക്കുന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കൂടെ ഇരുന്ന ഒരു സദസ്സിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. എഴുതി വായിക്കുകയാണ് ചെയ്തത്. ഈ സാധാരണഗതിയിൽ ചിലപ്പോൾ ചില മനുഷ്യർ പ്രസംഗ വേദിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അതല്ല, അദ്ദേഹം എഴുതി തയ്യാറാക്കി വളരെ കൃത്യമായി എന്താണോ പറയാനുള്ളത് അത് രേഖപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമില്ലാത്ത രീതിയിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്തായാലും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. 1957 ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. അതൊരു ആരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരം എന്നും വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധ്യനാകുന്നത്, മഹാനായ നേതാവാകുന്നത്. ഇവിടെയാണ് ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇത് പറഞ്ഞത് മുഖ്യമന്ത്രിയെയാണ്, അല്ലെങ്കിൽ CPM നേതാവിനെയാണ്, പിണറായി വിജയനെയാണ് എന്ന് കൃത്യമായി ഉദ്ദേശിക്കുന്നത് അല്ലേ? അതല്ലേ ബിനോയ് പറയാൻ വരുന്നത്? തീർച്ചയായും നമുക്കിത് സംബന്ധിച്ച് VD സതീശൻ അത് കൃത്യമായി ഉറപ്പിക്കുന്നുണ്ട്. VD സതീശൻ യാതൊരു സംശയവുമില്ലാതെ ഇത് പിണറായി വിജയനെ തന്നെയാണ് MD ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേട്ടിട്ട് അടുത്ത ചർച്ചയിലേക്ക് വരാം. VD സതീശൻ്റെ പ്രതികരണത്തിലേക്ക്. മൂർച്ചയേറിയ വാക്കുകൾ ഒരു കാരണവശാലും ബധിരകരണങ്ങളിൽ പതിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. കാരണം കാലത്തിൻ്റെ ചുവരെഴുത്താണ് അദ്ദേഹം വായിച്ചത്. ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നിഷ്പക്ഷത നടിച്ചു നടന്ന് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും അതുപോലെ നിഷ്പക്ഷരാണ് എന്ന് കരുതി വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിന് സ്തുതിഗീതം പാടുന്നവരുമൊക്കെ MTയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. വളരെ വ്യക്തതയോടുകൂടിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റുവിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പൊളിറ്റിക്സ് അല്ല അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹം EMSനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. വ്യക്തിപൂജയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപൂജയെക്കുറിച്ചാണ്. അധികാരം എങ്ങനെ മനുഷ്യനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പ്രേരിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പോകുന്നത്. ഏതായാലും വളരെ കൃത്യമായി പറയുകയാണ് സതീശൻ. അദ്ദേഹം പറഞ്ഞത് പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ചല്ല, EMSനെ താരതമ്യപ്പെടുത്തിയാണ് പറഞ്ഞത്. ഒരുപക്ഷെ MD വാസുദേവൻ നായർ പറഞ്ഞതുകൊണ്ടായിരിക്കണം അത്ര മൂർച്ചയേറിയ വാക്കുകൾ സതീശൻ സാധാരണ എങ്ങനെയൊന്നും പറയുന്നത്, ബധിരകർണങ്ങളിൽ പതിക്കരുത് എന്ന് പറഞ്ഞിട്ട് MD ഒരു സാഹിത്യകാരനാണല്ലോ. അപ്പോൾ അതിൽ പ്രതികരണം നടത്തുമ്പോൾ അത്ര പക്വമായി നടത്തണമെന്നുള്ളൊരു തയ്യാറെടുപ്പോടുകൂടി തന്നെയാണെന്ന് തോന്നുന്നു സതീശൻ ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ പിണറായി വിജയൻ ആണ് ഉദ്ദേശിക്കപ്പെട്ടത്, ഇന്ത്യയിൽ ഉദ്ദേശിക്കപ്പെട്ടത് എന്ന ഒരു വിഭാഗം പറയുമ്പോൾ, അല്ലെങ്കിൽ പിണറായി വിമർശകർ പറയുമ്പോൾ, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായ പ്രവൃത്തികൾ അനുഭവിച്ചവരും കണ്ടവരും വിമർശിച്ചവരും ഒക്കെ MD ഒരു അഭിപ്രായം പറഞ്ഞപ്പം പോയിന്റ് ചെയ്യാനൊരു സംഗതി കിട്ടി, അങ്ങോട്ട് ചൂണ്ടാൻ MD വരെ പറഞ്ഞിരിക്കുന്നു എന്ന നിലയ്ക്ക് ഇത് പറയുന്നുണ്ട്. ശരിയാണ്. EMSനെ ഉദാഹരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു താരതമ്യത്തിന് EMS ഈ പറഞ്ഞ പോലെ 57 ബാലറ്റിലൂടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പം ഒരാൾക്കൂട്ടത്തെ മൈതാനങ്ങളിൽ തടിച്ചുകൂടിയ ഒരാൾക്കൂട്ടത്തെ വോട്ട് ചെയ്ത് പെട്ടിയിലാക്കി ജയിപ്പിച്ചവരെ ഉത്തരവാദിത്തമുള്ളൊരു സമൂഹമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ തുടക്കം എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതിനെ കണ്ടത് എന്നാണ് MD പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി വരുന്നത് കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ വിശദീകരിക്കാൻ പറ്റും എന്ന് തോന്നുന്നു.
അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റി, മലയാളിയുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു. ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു. സമൂഹത്തിൻ്റെ പണിത്തരവും പണിയായുധവും ഭാഷയാണെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിൻ്റെ തനിമയും ചാരുതയും ലാളിത്യവും നിലനിർത്തണമെന്ന് ശഠിച്ചു കണ്ടിരുന്നത്. EMSനെ പറ്റിയാണ് പറയുന്നത്. സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല. അഹംബോധത്തെ കീഴടക്കി പരബോധത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത്. എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞു എന്ന് EMS പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. രൂപപ്പെടുത്തി എന്നല്ല പറയുന്നത്, രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ്. EMSന് ഒരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല. അതായത് 1957 തൊട്ടിങ്ങോട്ട് ഈ പറഞ്ഞ സമൂഹത്തെ രൂപപ്പെടുത്തൽ, അത് സമൂഹത്തെ രൂപപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടി രൂപപ്പെടുത്തൽ കൂടെയാണ്. ജനതയെ രൂപപ്പെടുത്തലും പൊളിറ്റിക്കൽ പാർട്ടി രൂപപ്പെടുത്തലാണ്. കാര്യം ഒരു പാർട്ടി അല്ല ഉള്ളത്, ചുറ്റുപാടും പാർട്ടികളുണ്ട്. ഭരിക്കുന്ന പാർട്ടി ഒരു മാതൃകയാകണം, ഭരിക്കുന്ന ആളൊരു മാതൃകയാകണം. തെറ്റ് തിരുത്താൻ, അത് തെറ്റ് ആരും സമ്മതിച്ച് കാണുന്നില്ല എന്നൊരു പരാമർശം കൂടെ MT നടത്തുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത് ഈ രൂപപ്പെടുത്തലിൻ്റെ തുടക്കമാണ് എന്ന് EMS പറയുന്നു എന്നുള്ളതാണ് MT ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അന്ന് ശരിക്കും തുടക്കം തന്നെയാണ്. കാര്യം ഇവിടെ ഒരു ജനാധിപത്യ ബാലറ്റിലൂടെ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാവുന്നേ ഉള്ളൂ. അവിടെ നിന്നെല്ലാം തുടങ്ങണം. ഇന്ത്യയും തുടക്കത്തിൽ തന്നെയാണ്. ഇന്ത്യ ഒരു 10 വർഷം പിന്നിലേക്ക് അതിനു മുമ്പ് കുറെ പ്രവിശ്യകളോ നാട്ടുരാജ്യങ്ങളോ ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം രൂപപ്പെടുത്തലുകളുണ്ട്. ഇതിനൊക്കെ തുടക്കമിടുന്നു. ഇത്തരം ഒരു സൊസൈറ്റി, ഒരു ജനതയെ രൂപപ്പെടുത്തുന്നതിന്റെ തുടക്കം. പക്ഷെ ഇവിടെ ഇപ്പോ വിമർശനത്തിന് പിണറായി വിജയനെ വിധേയമാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു തുടർഭരണത്തിൽ നിൽക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക്, അതിനെ തുടർച്ചയായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പെർഫെക്റ്റ് ആണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പരിവാരങ്ങളോ സൈബർ സംഘങ്ങളോ അദ്ദേഹത്തിന്റെ അണികളോ ഒക്കെ ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഇത് പിണറായി വിജയനിലേക്ക് തന്നെ നേരത്തെ സതീശൻ പറഞ്ഞ പോലെ ചൂണ്ടുന്ന പലകയാവുന്നതും അവിടെയാണ്. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് പറയാനാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഇതിനെ നയിക്കുന്ന പിണറായി വിജയനെ പോലുള്ള നേതാക്കൾ ശ്രമിക്കുന്നത് എന്നൊരു ആക്ഷേപം ഉണ്ടല്ലോ ഇവിടെ. അവിടെയാണ് EMS പറയുന്ന രൂപപ്പെടുത്തലിന്റെ തുടക്കമാണ് എന്ന വാചകത്തിൽ MT ഊന്നുന്നത്. ഇത് വീണ്ടും പിണറായി വിജയനിലേക്ക് ചൂണ്ടുകയാണ്. ഇനി പിണറായി വിജയനിലേക്ക് മാത്രമല്ല ഇത് ചൂണ്ടുന്നതെന്നുള്ള കാര്യം നമുക്ക് അവസാനം പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.